സാഹിത്യ ലോകം എന്ന് പറയുന്നത് എൻ്റെ വീട് തന്നെ ഒരു സാഹിത്യ ലോകമായിരുന്നു. അച്ഛൻ നാഗവള്ളി ആർ.എസ്. കുറുപ്പ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിലെ ഏറ്റവും ശക്തനായ ഒരു വക്താവായിരുന്നു. ബഷീർ, കേശവദേവ് ആ കാലഘട്ടത്തിൽ. അപ്പോൾ അവരൊക്കെ സ്ഥിരമായിട്ട്, കേശവദേവ് സാറൊക്കെ സ്ഥിരം വീട്ടിൽ വരും. ശങ്കർകുറുപ്പ് അമ്മാവൻ, മഹാകവി ജി ശങ്കർകുറുപ്പ്, മഹാകവി പി കുഞ്ഞിരാമൻ നായർ സാർ, അക്കിത്തം, ഓളപ്പമണ്ണ, അങ്ങനെ എൻ കക്കാട്, തിക്കുടി മാഷ്, അങ്ങനെ കലാകാരന്മാർ നിരന്തരമായിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വീട്ടിൽ 1-2 സാഹിത്യകാരന്മാർ കാണുമായിരുന്നു. അപ്പോൾ സാഹിത്യലോകം എന്ന് പറയുന്നത് ഞാനൊരു അക്ഷരങ്ങളിലൂടെ നടന്നു പോകേണ്ടൊരു ലോകമായിരുന്നില്ല എനിക്ക്. വീട്ടിൽ തന്നെ ഒരു സാഹിത്യലോകമായിരുന്നു. അച്ഛൻ ഒരുപാട് ബുക്കുകൾ വായിക്കുകയും പിന്നെ ആ കാലഘട്ടത്തിൽ എന്നെ ഏറ്റവും അധികം ഒരുപക്ഷെ അനുഗ്രഹിച്ചത് ഈ സാഹിത്യകാരന്മാർക്ക് ഞാൻ ഒരു വോളണ്ടിയറായിരുന്നു. അവർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചായ കൊണ്ട് കൊടുക്കുക, മുറുക്കാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക, വീഡിയോ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക. അപ്പോൾ ഇത് അറിയാതെ അന്ന് ഞാൻ മനഃപൂർവ്വം ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ അന്ന് അവർ സംസാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ പിൽക്കാലത്ത് ഞാൻ സിനിമയിലൊക്കെ വന്നതിന് ശേഷം എനിക്കൊരു ഒരു സദസ്സിനെ ഫേസ് ചെയ്യുമ്പോഴൊക്കെ അറിയാതെ എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നത് പോലും അന്ന് അവർ സംസാരിച്ചിരുന്ന പല കാര്യങ്ങളുടെ റിഫ്ലക്ഷനാണ്, പ്രതിഫലനമാണെന്ന് എനിക്ക് തോന്നുന്നു.